അധ്യായം 3. പ്രൊഫസർ എൽ.എം. പൈലിയുടെ വരിഷ്ഠ ഗ്രന്ഥം. അധ്യാപകൻ, മുൻ കൊച്ചി സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിൽ പ്രശസ്തനും ലത്തീൻ കത്തോലിക്കക്കാരുടെ സമുന്നത നേതാവുമായ പ്രൊഫസർ എൽ.എം. പൈലിയുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആൻഡ് ആർച്ച് ഡയോസിസ് ഓഫ് വെരാപ്പോളി എന്ന ഗ്രന്ഥത്തെയാണ് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് ഈ ലേഖനത്തിൽ വിലയിരുത്തുന്നത്. നസ്രാണി മാപ്പിളമാർ അല്ലെങ്കിൽ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ, ജ്ഞാനായ ക്രിസ്ത്യാനികൾ, ലത്തീൻ ക്രിസ്ത്യാനികൾ, പുതു ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ കേരളത്തിൽ 4 വിഭാഗം ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ ലേഖനത്തിൽ നസ്രാണി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം തോമസ് ലീഹായ വഴി ക്രിസ്തു മാർഗത്തിൽ വന്ന ബ്രാഹ്മണരാണ് എന്നുള്ള പ്രൊഫസർ എൽ.എം. പൈലിയുടെ അവകാശവാദം തെറ്റാണെന്നും, അതുപോലെ നൂറ്റാണ്ടുകളുടെ പുരാതന പാരമ്പര്യം അവകാശപ്പെടുന്ന ജ്ഞാനായ ക്രിസ്ത്യാനികളുടെ അവകാശവാദത്തിന് വ്യക്തമായ തെളിവുകളില്ലെന്നും, കുടിയേറിയ നെസ്തോറിയൻ പാഷണ്ഡതക്കാരും പേർഷ്യയിൽ നിന്നും സിറിയയിൽ നിന്നും കുടിയേറിയവരും ബുദ്ധമതത്തിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിച്ചവരുമാണ് കേരളത്തിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ എന്നുമാണ് ഈ ലേഖനത്തിലൂടെ ഡോക്ടർ ജോൺ ചരിത്ര ലേഖകന്മാരുടെ ലേഖനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഇവരെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്നിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഈ ലേഖനത്തിൽ ഒന്നാമത്തെ ലത്തീൻ മെത്രാനായിരുന്ന ജോർദാൻ കാറ്റലാനിയെയും കേരളത്തിലെ ലത്തീൻ വൽക്കരണത്തെയും ഉദയംപേരൂർ സുനഹദോസും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളെപ്പറ്റിയും സംക്ഷിപ്തമായി വിവരിക്കുന്നു. കൂടാതെ പ്രൊഫസർ എൽ.എം. പൈലിയുടെ ഗ്രന്ഥത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ ഗ്രന്ഥം ലത്തീൻ സഭാ ചരിത്രമെന്ന നിലയിൽ ഈടുറ്റതെന്നാണ് ഡോക്ടർ ജോൺ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ ക്രൈസ്തവരെ മൊത്തത്തിലെടുത്താൽ എത്ര ശതമാനം റോമൻ കത്തോലിക്കരുണ്ട്? ഉത്തരം 59.1%. ഉദയംപേരൂർ സുനഹദോസ് നടന്ന വർഷം? ഉത്തരം 1599. ലത്തീൻ വിഭാഗത്തിന് പ്രത്യേകമായുള്ള ചരിത്രമായ ഗ്രാൻഡ് ഷെവലിയർ പ്രൊഫസർ എൽ.എം. പൈലി എഴുതിയ ഗ്രന്ഥം? ഉത്തരം സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ആൻഡ് ആർച്ച് ഡയോസിസ് ഓഫ് വെരാപ്പോളി. സാമൂഹിക പരിഗണനകൾ വച്ച് കേരള ക്രിസ്ത്യാനികളെ എത്രയായി തരംതിരിക്കാവുന്നതാണ്? ഏതെല്ലാം? ഉത്തരം 4. 1. നസ്രാണി മാപ്പിളമാർ അഥവാ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ. 2. ജ്ഞാനായ ക്രിസ്ത്യാനികൾ. 3. ലത്തീൻ ക്രിസ്ത്യാനികൾ. 4. പുതു ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാളായ ആരാണ് ക്രിസ്തുവർഷം 52 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയെന്ന് വിശ്വസിക്കുന്നത്? ഉത്തരം മാർത്തോമ. മാർത്തോമ സ്ലീഹായുടെ പ്രവർത്തന ഫലമായി ക്രിസ്തുമാർഗത്തിൽ ചേർന്ന നമ്പൂതിരി ബ്രാഹ്മണരുടെ പരമ്പരകളാണ് തങ്ങൾ എന്ന് വിശ്വസിക്കുന്നവർ ആര്? ഉത്തരം നസ്രാണി മാപ്പിളമാർ. ഇന്നും എന്ത് പേരുകളിലാണ് നസ്രാണി ക്രിസ്ത്യാനികളും ജ്ഞാനായ ക്രിസ്ത്യാനികളും അറിയപ്പെടുന്നത്? ഉത്തരം വടക്കും ഭാഗത്തുകാർ, തെക്കും ഭാഗത്തുകാർ. ജ്ഞാനായ ക്രിസ്ത്യാനികൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഉത്തരം തെക്കും ഭാഗത്തുകാർ. സ്വകുല വിവാഹ സമൂഹമായി നിലകൊള്ളുന്നവർ ആര്? ഉത്തരം ജ്ഞാനായ ക്രിസ്ത്യാനികൾ. ജ്ഞാനായ സമൂഹത്തിൽപ്പെട്ട വ്യക്തി പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ ശിക്ഷ എന്ത്? ഉത്തരം സമൂഹ നിഷ്കാസിതനായി തീരുന്നു. നസ്രാണി ക്രിസ്ത്യാനികൾ ഏത് വംശജരാണ് എന്ന് കരുതപ്പെടുന്നു? ഉത്തരം ബ്രാഹ്മണ വംശജർ. മലബാറിലെ നസ്രാണി ക്രിസ്ത്യാനികളെയും ജ്ഞാനായ ക്രിസ്ത്യാനികളെയും പൊതുവായി 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ പാശ്ചാത്യർ വിളിച്ചത് എങ്ങനെ? ഉത്തരം സിറിയൻസ് അഥവാ സുറിയാനിക്കാർ. കുരുമുളകിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലം? ഉത്തരം മലബാർ.
കുരുമുളകിന്റെ കേന്ദ്രമായ മലബാറിൽ ക്രിസ്ത്യാനികൾ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാര്? അദ്ദേഹം രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം കോസ്മോസ് ഇൻഡിക്കോ പ്ലസ്റ്റസ്, ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി. കോസ്മോസ് ഇൻഡിക്കോ പ്ലസ്റ്റസിന്റെ മറ്റൊരു പേര്? ഉത്തരം ബൈസന്റൈൻ കത്തനാർ. സിറിയയിൽ നിന്നുള്ള ക്രിസ്ത്യൻ കുടിയേറ്റത്തിന് തെളിവുകൾ ഏവ? ഉത്തരം 1. 9-ാം നൂറ്റാണ്ടിലെ കൊല്ലം തരിസാപ്പള്ളി ചെപ്പേടുകൾ. 2. കേരളത്തിൽ കാണുന്ന പേർഷ്യൻ കുരിശുകൾ. 3. പഹ്ലവി ലിഖിതങ്ങൾ. ഒന്നാമത്തെ ലത്തീൻ മെത്രാൻ. ഉത്തരം ജോർദാൻ കത്തലാനി. ഏത് പാപ്പയാണ് കത്തലാനിയെ ലത്തീൻ മെത്രാനായി വാഴിച്ചത്? ഏതു വർഷം? ഉത്തരം ജോൺ 22-ാമൻ പാപ്പ, 1329 ഓഗസ്റ്റ് 9. ജോർദാൻ കത്തലാനിയുടെ ദാരുണമായ അന്ത്യത്തിനു ശേഷം എത്ര വർഷം കഴിഞ്ഞ് ആരാണ് പാപ്പയുടെ പ്രതിനിധിയായി കൊല്ലത്ത് വന്നത്? ഉത്തരം 20 വർഷം കഴിഞ്ഞ് ജോൺ മരിഞ്ഞോളി. കത്തോലിക്കവൽക്കരണത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഡാഷിലെ ഉദയംപേരൂർ സുനഹദോസ്. ഉത്തരം 1599. ഈ സുനഹദോസ് എത്ര ദിവസം നീണ്ടുനിന്നു? ഉത്തരം 7 ദിവസം. ഈ സഭാ സമ്മേളനത്തിൽ എത്ര വൈദികരും ഡീക്കന്മാരും എത്ര നസ്രാണി പ്രമാണികളും പങ്കെടുത്തു? ഉത്തരം 133 വൈദികർ, 20 ഡീക്കന്മാർ, 660 പ്രമാണിമാർ. വരാപ്പുഴയുടെ അധികാരമണ്ഡലം രണ്ടായി വിഭജിക്കാനും ഒന്ന് ലത്തീൻ റീത്തിലും മറ്റൊന്ന് കത്തോലിക്കവൽക്കരിക്കപ്പെട്ട പാരമ്പര്യ സുറിയാനി രീതിയിലും തുടരാനും റോമിൽ നിന്നും ഉത്തരവായ വർഷം? ഉത്തരം 1888. വരാപ്പുഴയുടെ അധികാരമണ്ഡലം 3 ആക്കിയ വർഷം? ഉത്തരം 1896. ചാണ്ടി മെത്രാനു ശേഷം 1700 മുതൽ 1712 വരെ കേരള കത്തോലിക്കരുടെ അപ്പസ്തോലിക വികാരിയും മെത്രാനുമായിരുന്നതാര്? ഉത്തരം അഞ്ചലോസ് ഫ്രാൻസിസ്. ആരുടെ നിയമനിർമ്മാണം മൂലമാണ് മാറുമറയ്ക്കാനുള്ള അവകാശം തിരുവിതാംകൂറിലെ സ്ത്രീകൾക്ക് ലഭിച്ചത്? ഉത്തരം മൺറോ സാഹിബിന്റെ. ആരെഴുതിയ ഗ്രന്ഥമാണ് ദ ലാറ്റിൻ ആൻഡ് സിറിയൻ ഹൈറാർക്ക് ഓഫ് മലബാർ? ഉത്തരം വരേക്കാട്ട് ആന്റണി പാസ്കൽ. 1932 വരാപ്പുഴ മെത്രാപ്പോലീത്ത ആയതാര്? ഉത്തരം ഡോക്ടർ ജോസഫ് അട്ടിപ്പറ്റി. കേരള മെത്രാസന രൂപതകളുടെ മാതാവെന്ന് പ്രൊഫസർ പൈലി വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലം? ഉത്തരം വരാപ്പുഴ. മലബാർ വികാരിയത്തിന്റെ തുടർച്ചയായ വരാപ്പുഴ സിംഹാസനം ഇന്ന് അലങ്കരിക്കുന്നത് ആര്? ഉത്തരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേയാർഡ് മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.